ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് എമ്പുരാൻ്റെ റിലീസുമായി വന്നിട്ടാണ്. അതായത് ഖുറേഷി എബ്രഹാം, എല്ലാവരും കാത്തിരുന്ന മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ എമ്പുരാൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് വന്നിരിക്കുന്ന പാരഡൈസ് സിനിമാസ് ചേർത്തലയിലാണ്. സോ എത്രത്തോളം ഫാൻസിന് നോക്കിയിരിക്കാൻ പറ്റും അത്രയും പറ്റി എല്ലാവരും നോക്കിയിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങും. നമുക്ക് ചോദിച്ചു നോക്കാം സിനിമയുടെ റിവ്യൂ എങ്ങനെയുണ്ടെന്നും. ഡയറക്ടറിന്റെ ബ്രില്യൻസ് ഒരു രക്ഷയില്ല. ഖുറേഷി എബ്രഹാമിന്റെ എൻട്രി ഒക്കെ എങ്ങനെയാണ്? ഒരു രക്ഷയില്ല. മോഹൻലാലിനെ എങ്ങനെ യൂസ് ചെയ്യാവോ ഇതിനപ്പുറത്തേക്ക് മോഹൻലാലിനെ ഇനി യൂസ് ചെയ്യാനായിട്ട് പറ്റിയല്ല. ഒരു രക്ഷയില്ലാതെ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രെയിമും കാര്യങ്ങളും എല്ലാം പക്ക. ഇന്റർവെൽ അങ്ങോട്ട് കഴിഞ്ഞ് നിലത്തിരിക്കല. ഒരു നമ്മുടെ മലയാള സിനിമ എന്നുള്ളതിൽ വേൾഡിലേക്ക് നമ്മൾ വിചാരിക്കണേലും മേളിന് മേളില്ല. അടിപൊളി സാധനം. പെടപ്പ് സൂപ്പർ രക്ഷയില്ല. സൂപ്പർ പടം, ഒരു രക്ഷയില്ല. സൂപ്പർ പടം. അതായത് വലിയ സ്പോയിലറൊന്നും ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സിനിമ? അടിപൊളി. അതായത് വലിയ സ്പോയിലറൊന്നും ഇല്ലാണ്ട് ഓവറോൾ സിനിമ പറയണത് എങ്ങനെയാണ്? പടം മൊത്തത്തിൽ പറയാനാണെങ്കിൽ എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന മേലുള്ള പടത്തിന് വെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മലയാളത്തിൽ കണ്ടിരിക്കുന്ന വെച്ചിൽ ഏറ്റവും അടിപൊളി പടമാണ്. പക്ഷേ അതിന്റെ മേക്കിംഗ് സീൻസ് ആണെങ്കിൽ പോലും ഒരു രക്ഷയില്ല. നല്ലൊരു അടിപൊളി പടമായിട്ടാണ് കണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിലും നല്ല മേക്ക് ഓവറായിട്ടുണ്ട്. ഇതൊന്നും അടുത്തതാണ് ചെയ്യാൻ പോണത്. തേർഡ് പാർട്ടുണ്ട്. പിന്നെ തേടാണ് ഇനി പൃഥ്വിരാജ് എന്നാ ചെയ്യാൻ പോണെന്നുള്ളത്. വെട്ടക്ക സാധനം ഒരു രക്ഷ. സിനിമ എങ്ങനെയായിരുന്നു? സൂപ്പർ സിനിമ തന്നെയാണ്. സിനിമ എങ്ങനെയായിരുന്നു? നല്ല പടം. വിഷയം പടം ഖുറേഷി എബ്രഹാമിന്റെ ഇതൊക്കെ എങ്ങനെയുണ്ട്? എൻട്രി ഒക്കെ എങ്ങനെയുണ്ട്? കിട്ടില്ല സാധനം ഒന്നും പറയാം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ വീഡിയോ നമ്മുടെ റിവ്യൂ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. സിനിമ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റിവ്യൂ ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ്. സിനിമയുടെ ഓവറോൾ അഭിപ്രായം പറയണത് ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഒരു റേറ്റിംഗ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൃഥ്വിരാജ് എടുക്കാവുന്നതിൻ്റെ മാക്സിമം എടുത്തതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ലൊരു സിനിമയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്കിപ്പോൾ ബാക്കിലേക്ക് കണ്ടുപോകുന്നത്.